ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന നരനായാട്ടിനെതിരെ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്വാഭാവികമായും ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇസ്രായേൽ ഗസയിൽ നടത്തിയ കൂട്ടക്കൊലയിൽ 70% സ്ത്രീകളും കുട്ടികളുമാണെന്നാണ്. ഇനി എന്ത് യുദ്ധമായാലും എന്ത് നയതന്ത്ര പ്രശ്നമായാലും കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്നതിനെ യാതൊരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. ഏതായാലും ഒരു ഇസ്രായേലി സൈനികൻ ഇത്തരത്തിൽ ഇസ്രായേൽ ഗസയിൽ നടത്തുന്നതിൻ്റെ തിക്തഫലം അനുഭവിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇസ്രായേൽ ഗസയിൽ അധിനിവേശം നടത്തി അവിടെ നരനായാട്ടം നടത്തുന്ന സമയത്ത് ഇസ്രായേലി സൈനികനായ 22-കാരനായ ഇസ്രായേലി സൈനികൻ അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. എല്ലാ കൂട്ടക്കൊലയ്ക്കും അദ്ദേഹം കൂടെ നിന്നിരുന്നു. അങ്ങനെ ഇസ്രായേൽ സർക്കാർ സൈനികർക്ക് ഒരു ഇടക്കാല അവധി നൽകിയിരുന്നു. ഈ അവധിയുടെ ഭാഗമായി ഗസയിൽ നരനായാട്ടം നടത്തിയ 22-കാരനായ ഈ ഇസ്രായേലി സൈനികൻ തായ്ലാൻഡിലേക്ക് പോയിരുന്നു. ഈ തായ്ലാൻഡിൽ വെച്ച് ഒരു സംഘം ആളുകൾ ഈ ഇസ്രായേലി സൈനികനെ അതിക്രൂരമായി മർദ്ദിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 22-കാരനായ ഈ ഇസ്രായേലി സൈനികന്റെ വാക്കുകൾ പ്രകാരം തായ്ലാൻഡിൽ താൻ അവധിക്കാലം ആഘോഷിക്കുന്ന സമയത്ത് ഒരു സംഘം ആളുകൾ തൻ്റെ അടുത്ത് വന്നു എന്നും താൻ എവിടെ നിന്ന് വന്ന ആളാണ് എന്ന് ചോദിച്ചപ്പോൾ താൻ ഇസ്രായേലി സൈനികനാണ് എന്ന് പറഞ്ഞപ്പോൾ ആക്രമിക്കാനെത്തിയ സംഘം തൻ്റെ മുഖത്തേക്ക് പഞ്ച് ചെയ്യുകയും തന്നെ അടിച്ച് താഴെ വീഴ്ത്തുകയും ശേഷം തന്നെ ചവിട്ടുകയുമായിരുന്നു എന്നും ഈ ഇസ്രായേലി സൈനികനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഗസയിൽ വലിയ നരനായാട്ടം നടത്താൻ എല്ലാവിധ പിന്തുണ നൽകിയ 22-കാരനായ ഇസ്രായേലി സൈനികനാണ് ഇപ്പോൾ അവധി ആഘോഷിക്കുന്നതിനിടയിൽ തായ്ലാൻഡിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ മർദ്ദിച്ചത്. ഏതായാലും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേലി സർക്കാർ തായ്ലാൻഡിലെയും മധ്യേഷ്യയിലെയും ജൂതന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജൂതന്മാർ പരമാവധി പബ്ലിക് പാർക്കുകളിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുന്നത് കുറയ്ക്കണമെന്നുള്ളതാണ് ഇസ്രായേലി സർക്കാർ അവിടുത്തെ ജൂതന്മാർക്ക് നൽകിയിട്ടുള്ള ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്. ഇസ്രായേലി സൈനികർ എക്സ് മാധ്യമങ്ങളിലൂടെ അവർ ഗസയിൽ നടത്തുന്ന നരനായാട്ടിന്റെ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട്. ഇത് കണ്ടുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇസ്രായേലി സൈനികർക്കെതിരെ സാധാ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് മുൻകണ്ടുകൊണ്ടാണ് ഇസ്രായേലി സർക്കാർ ഇപ്പോൾ ജൂതന്മാരോട് അല്ലെങ്കിൽ ഇസ്രായേൽ സ്വദേശികളോട് യാതൊരു വിധത്തിലും നിങ്ങൾ മറ്റു രാജ്യത്തുണ്ട് എങ്കിൽ അവിടെ നിന്ന് പബ്ലിക് സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല, നിങ്ങൾ ജൂതന്മാരാണ് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള യാതൊരു മതചിഹ്നങ്ങളോ യാതൊരു കാര്യങ്ങളോ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുമാണ് ഇസ്രായേലി സർക്കാർ ഈ സംഭവത്തോടുകൂടി ഇസ്രായേലിലെ പൗരന്മാർക്ക്, മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇസ്രായേലിൽ പൗരന്മാർക്ക് നൽകിയ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഏതായാലും ഗസയിൽ നരനായാട്ടിന് എല്ലാവിധ പിന്തുണയും നൽകിയ ഒരു ഇസ്രായേലി സൈനികനെ തായ്ലാൻഡിൽ വെച്ച് ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഫലസ്തീനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.